പോലെ തന്നെ നമുക്ക് ജീവിക്കുവാൻ വെള്ളവും ആവശ്യമാണ്. ടീച്ചറെ, മഴ ചാറുന്നുണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ ആലോചിക്കുന്ന എന്തിന്? ബെല്ലടിച്ചേരെ. വരുന്നു. ജീപ്പിൽ മാനേജർ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. ഇവിടെ അതോ മാഷെ പറ്റി അന്വേഷിക്കാൻ ഏയോ വരുന്നുണ്ടെന്ന് ഇന്ന് രാവിലെ മാനേജർ പറഞ്ഞു. ഏയോക്ക് വരാൻ മനുഷ്യനെ കിടത്തിപ്പുറപ്പിക്കല്ല. മഴ കൂടുന്ന ലക്ഷണമാ. കുട്ടികൾക്കൊക്കെ പനി പിടിച്ച ആരാ ഉത്തരം പറയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതിയെടുത്ത് പിള്ളേരെ വിടുമ്പോഴേ ഏയോ ഇങ്ങോട്ട് വരുന്നതെങ്കിലോ? ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ എങ്ങനെയാ? ഏയോക്ക് പറയാൻ മതി. മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ. കാരക്കാട്ട് പാർട്ടി ക്ലാസ്സിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒന്ന് വിവരം പറഞ്ഞു. മാർക്സും ഗാന്ധിജിയും ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ, അതായിരുന്നു വിഷയം. സംഭവം കേട്ട ഉടനെ എന്റെ തൊണ്ട ഇടറിപ്പോയി. മാർക്സിനെയും ഗാന്ധിജിയും അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഭീകരമായ കൊടുങ്കാറ്റും മഴയും ഉണ്ടായിട്ടില്ല. സ്കൂൾ ഷെഡിന്റെ ഉറപ്പിനെ കുറിച്ച് സംശയിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമായിരുന്നെങ്കിൽ പോലും ഈ പെരുമഴയത്ത് തകർന്നു വീഴുമായിരുന്നു. പക്ഷെ അടുത്തുള്ള വീടുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലല്ലോ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? മന്ത്രിസഭയ്ക്കെതിരെ ഒരു ശക്തിയുള്ള ആയുധമായി പ്രതിപക്ഷം
ഈ സംഭവത്തെ പൊക്കിപ്പിടിക്കുമെന്നാണ് ഹോം മിനിസ്റ്റർക്കുള്ള പേടി. ഷെഡിന് ബലമില്ലായിരുന്നെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ. നാട്ടുകാര് അവന്മാര് പറയുന്നത് വിശ്വസിക്കാം, ഞാൻ പറയുന്നത് വിശ്വസിച്ചുകൂടാ. സാർ, ജൂലൈ 10 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒപ്പിട്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്റെ അലമാരിക്കകത്തിരിപ്പുണ്ട്. ഇവിടുത്തെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെ നിങ്ങളൊന്നും ബോധ്യപ്പെടുത്തണ്ട. എനിക്ക് നിങ്ങളുടെ സഹായവും ആവശ്യമില്ല. ഇൻസ്പെക്ടർ പോയിക്കോളൂ, ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞോളാം. പാവങ്ങള്, അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ ഈ കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മുന്നിൽ ക്ഷീണമുള്ള കാര്യമാണ്. എന്തു വേണം? സംഭവത്തെ പറ്റി അന്വേഷിക്കാൻ ഇവിടെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു എന്ന് പറഞ്ഞു. ഇതാരാ? സ്കൂൾ വീടെടുത്തോ മരിച്ചുപോയ കുട്ടികളുടെ വീടുള്ളോ ആരും ഒന്നും അന്വേഷിച്ചിട്ടില്ല. ഒരാളുടെ നാവ് പിഴുതെടുത്തിട്ട് അയാൾക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന ആർക്കും എന്തും പറയാവുന്നായോ? കുറെ കാലമായി നാട്ടുകാരത് സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കാരുണ്യം കൊണ്ട് എന്റെ സ്കൂളിൽ കൂലിപ്പണി എടുക്കുന്ന ഒരു പീക്കിരി പെണ്ണ് ഒടുവിൽ എന്റെ മുഖത്ത് നോക്കി പ്രതിഷേധിക്കുന്നു. ഇറങ്ങി പോകുന്നതാണ് നല്ലത്. എന്താ ദിവാകര ഇതൊക്കെ? നമ്പ്യാർ സാറിന്റെ കൈയും കാലും പിടിച്ച് ഞാനാ തനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീ പോ. ജോലി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വിഹിതം നിങ്ങളും പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഈ തെമ്മാടിത്തത്തിന് കൂട്ടുന്നത് പണം ഉണ്ടാക്കാനായിരുന്നു, പാർട്ടി വളർത്താനായിരുന്നു. കുട്ടികളെ കൊന്ന ഈ നീചനാണ് ഇയാളെ ഞാൻ വെറുതെ കൊല്ലില്ലേ? ഇല്ല, തന്നെ ഞാൻ കൊല്ലില്ല. എനിക്കിനി ഒട്ടേറെ സത്യങ്ങൾ ഈ ലോകത്തോട് പറയാനുണ്ട്, പറയിപ്പിക്കാനുണ്ട്. ഞാനൊരു കൊല ചെയ്താൽ തന്നെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ പിന്നീട് ഒരിക്കലും എനിക്ക് ശബ്ദിക്കാൻ കഴിയില്ല. കുട്ടികളുടെ ജീവിതം കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി നീ ഇവിടുത്തെ എല്ലാ പുരോഗതിയുടെ ശത്രുവാണ്. നീ പടുത്തുയർത്തുന്ന എല്ലാ സ്വർഗങ്ങളിലും ഇന്ന് സ്കൂളിൽ പിടഞ്ഞു വീണ് മരിച്ച കുഞ്ഞുങ്ങളുടെ നിഴൽ കാണും. ഓർത്തോളൂ. എന്തായി മാഷേ? രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നില്ല. ഇനി ചിലപ്പം വൈകുന്നേരമാവും. ദിവാര മാഷ് ഓടുന്നുണ്ട്. സ്കൂളിനടുത്ത് ഉണ്ടെന്ന് കേട്ടു. പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് അത്രേ.
അപ്പോൾ ബലക്ഷയം കൊണ്ടാണ് ഷെഡ് തകർന്നതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായമല്ല, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ തുറന്ന് എഴുതണം. എഴുതുമോ? തീർച്ചയായും. 3 കുട്ടികളുടെ മരണത്തിന് ഇവിടുത്തെ മാനേജർ ഉത്തരവാദിയാണെങ്കിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ അറിവും ബുദ്ധിശക്തി നശിപ്പിക്കാൻ ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളവും വാങ്ങി സർക്കാർ സർവീസിലിരിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു. ഒരിക്കലും ദയ അർഹിക്കാത്ത തെറ്റ്. മൈസൂരിൽ നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങി വന്ന അധ്യാപകനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപാരം അവിടെ സജീവമാക്കിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും രാഷ്ട്രീയക്കാരും സ്വന്തം കീശ ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കെന്റെ തെറ്റ് തിരുത്തണം. എല്ലാം നിങ്ങൾ തുറന്നെഴുതണം. നിൽക്കൂ, ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ പത്രത്തിന്റെ ഓഫീസിലേക്ക്. നിൽക്കൂ, ഞാൻ കേട്ടല്ല സത്യമാണോ? അതെ, സത്യമാണ്. സുജാതയോട് അതെനിക്ക് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സുജാതെ, എനിക്കറിയാം എന്നോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചെയ്ത തെറ്റാണ്. നിന്നോട് ഇതെല്ലാം തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. മാപ്പ്. ഞാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു. ഇതൊരു ഒളിച്ചോട്ടമോ രക്ഷപ്പെടലോ ന്യായീകരണമോ ഒന്നുമല്ല. സ്കൂള് തകർന്നു വീണ് മരിച്ചുപോയ എന്റെ കുട്ടികളുടെ മുഖം ഒരു ദുരന്തമായി എന്നും എന്റെ ജീവിതത്തെ പിന്തുടരും. സുജാതയോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നത് സുജാതയാണ്. എന്നെ വെറുക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. എനിക്ക് എന്റേതായ ചിലതൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പറഞ്ഞതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ പറയാതെ മനസ്സ് ഞാൻ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ ഈ സൗഹൃദം ഒരു മയിൽപ്പീലി തുണ്ടുപോലെ എന്നുവെന്ന് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കും. ഞാൻ പോകുന്നു. അധ്യാപക ഐക്യം സിന്ദാബാദ്! അധ്യാപക ഐക്യം സിന്ദാബാദ്! അധ്യാപകരെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സർക്കാര്! അധ്യാപകരെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സർക്കാര്! വിജ്ഞാനത്തിൽ കുറവെയ്ത അജ്ഞാനികളെ കണ്ടോളൂ. അക്ഷരവൈരികൾ നിങ്ങൾ ശിക്ഷിക്കാനായി നോക്കണ്ട. ചാർജുകൾ ഞങ്ങളുടെ പേര് തല്ലി കൂട്ടാൻ നോക്കണ്ട. അധ്യാപകരെ തൊട്ട് കളിച്ചാൽ ആ കളി നീ കളി സർക്കാര്! അധ്യാപകരെ അധ്യാപക ഐക്യം സിന്ദാബാദ്! അധ്യാപകരെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളി സർക്കാര്! വിജ്ഞാനത്തിൻ ഉറവെയ്ത അജ്ഞാനികളെ കണ്ടോളൂ. അക്ഷരവൈരികൾ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കാനായി നോക്കണ്ട. അധ്യാപക ഐക്യം സിന്ദാബാദ്! അധ്യാപക ഐക്യം സിന്ദാബാദ്! അമ്മ സന്തോഷിക്കാണ് വേണ്ടത്. ഞാനതെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ജീവിക്കാൻ വേണ്ടി ഒരു തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷ എന്താണെങ്കിലും ഞാൻ തിരിച്ചു വരും. ഈ കുട്ടിക്ക് മറ്റാരുമില്ല. ആ തോന്നൽ ഉണ്ടാവാത്ത രീതിയിൽ
അമ്മ ഇവളെ ശ്രദ്ധിക്കണം. അജ്ഞാനികളെ കണ്ടോളൂ, കള്ളച്ചാർട്ടുകൾ ഞങ്ങളുടെ പേര് തല്ലി കൂട്ടാൻ നോക്കണ്ട. അധ്യാപക ഐക്യം സിന്ദാബാദ്, അധ്യാപക ഐക്യം സിന്ദാബാദ്. നിർത്താൻ! അധ്യാപക വർഗത്തെ കരുതേക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സഹിക്കില്ല. വിദ്യാർത്ഥി വർഗം പൊറുക്കില്ല. വിജ്ഞാനത്തിന്റെ ദീപശിഖയെന്ന രാഷ്ട്രശില്പികളെ കള്ളന്മാരായി മുദ്ര കുത്തുന്നതിനെതിരെ ഞങ്ങൾ മരണം വരെ പോരാടും. ദിവാകരൻ ഞങ്ങളിൽ ഒരാളാണ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അധ്യാപക ഐക്യം, അധ്യാപക ഐക്യം, അധ്യാപക ഐക്യം, അധ്യാപക ഐക്യം. നിങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യതയുള്ളവർ എത്ര പേരുണ്ടെന്നോ യോഗ്യതയില്ലാത്തവർ എത്ര പേരുണ്ടെന്നോ എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, എന്റെ മകൻ കുറ്റവാളിയാണ്. ജീവിതത്തിൽ ആദ്യമായി എന്റെ മകനെ പറ്റി അത്യധികം അഭിമാനം തോന്നിയ സന്ദർഭമാണിത്. അവന്റെ തെറ്റ് അവൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. തെറ്റിന് കൂട്ടുനിൽക്കണമെന്ന് നിങ്ങളോട് എനിക്കൊരു മതിപ്പുമില്ല. മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ മുഷ്ടി ചുരുട്ടി പ്രതിഷേധിച്ചതുകൊണ്ടോ ആ തെറ്റൊരിക്കലും തിരുത്തപ്പെടുന്നില്ല. ഒരഭ്യർത്ഥനയുണ്ട്. 40 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച ഒരു പാവപ്പെട്ട അധ്യാപകന്റെ എളിയൊരു അപേക്ഷയാണിത്. സത്യവും ധർമ്മവും നീതിയും അഭ്യസിപ്പിക്കേണ്ട നിങ്ങൾ കളവിനും ചതിക്കും വിശ്വാസവഞ്ചനയ്ക്കും കൂട്ടി നിൽക്കരുത്. വളരുന്ന തലമുറയുടെ ചേതനയും സർഗശക്തിയും ബുദ്ധിയും നിങ്ങൾ നശിപ്പിക്കരുത്.